IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 ജില്ലകളിൽ കളക്ടർമാർ ഉൾപ്പെടെ 25 ഉദ്യോഗസ്ഥരെ മാറ്റി. വിവാദങ്ങൾക്കിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസിനെ മാറ്റി എന്നതും ശ്രദ്ധേയമാണ്. NSK ഉമേഷ്, എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി എത്തുന്നു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി K വാസുകി ചുമതലയേൽക്കും. S ഷാനവാസിനെ തൊഴിൽ വകുപ്പ് സെക്രട്ടറിയായും ഷീബ ജോർജിനെ ആരോഗ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായും നിയമിച്ചു. എറണാകുളം, പാലക്കാട്, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പുതിയ കളക്ടർമാർ ചുമതലയേൽക്കും. സന്ത്വന സാജുവുണ്ട് വിവരങ്ങളുമായി. സന്ത്വന, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഒരു അഴിച്ചുപണിയാണ് IAS തലപ്പത്തുണ്ടായിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയം മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മാറ്റിയിരിക്കുന്നു എന്നതാണ്. വിനിത, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ IAS തലപ്പത്തെ അഴിച്ചുപണിയെ കുറിച്ച് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വലിയൊരു അഴിച്ചുപണി തന്നെയാണ് വിനിത നടന്നിരിക്കുന്നത്. കാരണം 25ഓളം ഉദ്യോഗസ്ഥരാണ് ഈ മാറ്റങ്ങളുടെ ഭാഗമായിരിക്കുന്നത്. അത് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയാണ് മാറിയിരിക്കുന്നത്. കോട്ടയം, ഇടുക്കി, അതുപോലെ തന്നെ എറണാകുളം, പാലക്കാട്, ഈ 4 ജില്ലകളിലെ കളക്ടർമാരെയാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം പുതിയ കളക്ടർമാരെ നോക്കി തന്നെ മുന്നോട്ടേക്ക് പോകാം വിനിത. ഏറ്റവും പ്രധാനമായി എറണാകുളത്ത് G പ്രിയങ്കയാണ് പുതിയ കളക്ടറായി നിയമിക്കപ്പെട്ടത്. അതുപോലെ തന്നെ പാലക്കാടേക്ക് വരുമ്പോൾ MS മാധവിക്കുട്ടിയാണ് പുതിയ കളക്ടർ. ചേതൻ കുമാർ മീണയാണ് കോട്ടയത്തിന്റെ പുതിയ കളക്ടറായി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ദിനേശൻ ചെറുവത്താണ് ഇടുക്കിയുടെ പുതിയ കളക്ടർ. അങ്ങനെ 4 ജില്ലയിലെ കളക്ടർമാര് മാറുന്നു എന്നുള്ളതാണ്. അതിൽ ഈ എറണാകുളം ജില്ലയിലെ കളക്ടറായിരുന്ന NSK ഉമേഷാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി വന്നിരിക്കുന്നതാണ്. വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ, മിഥുന്റെ ഭരണം, അതുപോലെ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ. അതിന് പിന്നാലെയാണ് ഡോക്ടർ S ഷാനവാസിനെ മാറ്റി ആ സ്ഥാനത്തേക്ക് NSK ഉമേഷിനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്ന V വിഘ്നേശ്വരിയെ കൃഷി വകുപ്പ് സെക്രട്ടറി ആയിട്ടാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലാ കളക്ടറായിരുന്ന ജോൺ V സാമുവലിനെ ഗതാഗത വകുപ്പ് ഡയറക്ടറായും നിയമിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ കളക്ടറായിരുന്ന G പ്രിയങ്കയാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ കളക്ടറായി നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ ജില്ലാ കളക്ടർമാരുടെ 4 കളക്ടർമാർ തന്നെയാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി ഡോക്ടർ K വാസുകിയെ നിലവിൽ നിയമിച്ചിട്ടുണ്ട്. തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായാണ് S ഷാനവാസിനെ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ 25ഓളം ഉദ്യോഗസ്ഥരാണ് വിനിത ഇങ്ങനെ മാറ്റം വന്നിരിക്കുന്നത്. വലിയൊരു മാറ്റം തന്നെയാണ് IAS തലപ്പത്ത് വന്നിരിക്കുന്നത്. കാരണം 25ഓളം ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമാകുകയാണ്. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ S ചിത്രയാണ് പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയായി നിലവിൽ നിയമിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഷീബ ജോർജിനെ ആരോഗ്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയായും നിലവിൽ നിയമിച്ചിട്ടുണ്ട്. പിന്നെ B അബ്ദുൽ നാസറിനെ ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട്. വിനിത, അങ്ങനെ വലിയ ഒരു മാറ്റം തന്നെയാണ് IAS തലപ്പത്ത് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മാറ്റിയത് പൊതുവായുള്ള ട്രാൻസ്ഫറുകളുടെ ഭാഗമായാണെന്ന് പറയുമ്പോൾ പോലും ഈ വിദ്യാഭ്യാസ വകുപ്പിൽ തേവലക്കര സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മരണം അതൊക്കെ തന്നെ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മാറ്റം മാത്രമല്ല, എറണാകുളം കളക്ടറായി വളരെയധികം കഴിവ് തെളിയിച്ച് NSK ഉമേഷ് ആ സ്ഥാനത്തെത്തുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. പക്ഷേ മന്ത്രി V ശിവൻകുട്ടിയുടെ കീഴിൽ തന്നെയുള്ള തൊഴിൽ വകുപ്പിലേക്കാണ് A ഷാനവാസിനെ നിയമിച്ചിരിക്കുന്നത്, അല്ലേ? അതെ വിനിത, അങ്ങനെ തന്നെ. കാരണം നമുക്ക് കഴിഞ്ഞ ഈ ഇടയ്ക്കൊക്കെയായി കുറച്ചധികം വിവാദങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഉയർന്നു വന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്വാഭാവിക ട്രാൻസ്ഫറിന്റെ ഭാഗമായി, സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് S ഷാനവാസിനെ മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ തൊഴിൽ വകുപ്പിലേക്കാണ് പുതിയ മാറ്റം വന്നിരിക്കുന്നത്. പക്ഷേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായും ഒക്കെ തന്നെ വളരെയധികം ജനകീയനായി പ്രവർത്തിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു S ഷാനവാസ്. പക്ഷേ ഇപ്പോൾ അതിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. ചിത്ര IAS പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയാകും. K വാസുകി പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാകും. NSK ഉമേഷ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാകും. ഈ 3 മാറ്റങ്ങൾ അല്ലെങ്കിൽ 3 പുതിയ ചുമതലകൾ എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ് എന്നതും ശ്രദ്ധേയമാണ്. 4 ജില്ലാ കളക്ടർമാർക്കും സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ആകെ 25 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്.